ഷെയർ ചെയ്യാൻ പോകുന്നത് മട്ടൺ സൂപ്പ്. അപ്പോൾ മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിന് ഞാൻ കുറച്ച് നല്ല ബോണുള്ള മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ പീസ് കാബേജ്, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണ്. അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് എടുത്താലും മതി. പിന്നെ കറി ലീവ്സ്, മല്ലിയില, ഒരു ചെറിയ പീസ് ക്യാരറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എടുത്ത് വെച്ച മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും, ഉള്ളി, ക്യാബേജ്, ക്യാരറ്റ്, മല്ലിയില, വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ്, പിന്നെ കറി ലീവ്സ് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി കൂതാൽ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി അതും കുറച്ച് കൂടുതലിടണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, കുരുമുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാം. ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഒരു 3 അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിസിൽ വരേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തേത് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് വിസിൽ വരുത്തിക്കാം. പിന്നെ ഒരു 4 വിസിൽ വരെ വരണം. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വിസിൽ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവുള്ളത് പോലെ ഉണ്ട്. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതത്ര തിക്കല്ല, കുറച്ച് ലൂസായിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ ഒരു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഇത് നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ വേണം കലക്കാൻ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ കട്ടയൊന്നും പാടില്ല. നല്ല രീതിയിൽ കലക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിപ്പോൾ ഇത് വേണമെന്നില്ല, തിക്കായിട്ട് വേണമെന്നില്ലാത്തവർക്ക് ജസ്റ്റ് അതുപോലെ തന്നെ കഴിക്കാം. സൂപ്പ് കുറച്ച് തിക്കായിട്ട് കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്യാൻ പറഞ്ഞത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ട് കിട്ടുന്നുണ്ട് സൂപ്പ്, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയെന്ന് വെച്ചാൽ ഈ വെള്ളം, സൂപ്പിൻ്റെ വെള്ളം ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം ഇത് ഒരു 2 ഗ്ലാസ് വറ്റുന്നവരെ സ്റ്റവ് ഹൈ ഫ്ലെയിമിലിട്ട് മൂടി തുറന്ന് വെച്ചിട്ട് വേണം നമുക്കിനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധനങ്ങൾ ഇതിലുണ്ട്.
നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.